അതാണ് ഇമാം ഗസാലി പറയുന്നത്. ഒന്നാമത്തത് തൊലിപ്പുറത്ത് മാത്രമുള്ള ഒരു തൗഹീദ് ഉണ്ട്. തൊലി ആയാലും പൊറുക്ക, തൊലിമേൽ തൊലി വെറും തൊലിന്റെ മുകളിലൊരു തൊലി. അത് തേങ്ങയാണ്. മഹാനായ ഇമാം ഗസാലി ഒരു ഉദാഹരണം കണ്ടു. നമ്മളെ ഇന്ത്യൻ തേങ്ങ എന്ന് പറയുന്ന സാധനത്തിന് 2 തൊലിണ്ടല്ലോ. തേങ്ങന്റെ ഉള്ളിൽ നിന്ന് വേണ്ടത് എന്താണെങ്കിൽ ആ തേങ്ങന്റെ ഉള്ളിൽ നിന്ന് വേണ്ടതിന്റെ പുറത്ത് ചിരട്ട എന്ന തൊലിയുണ്ട്, ചിരട്ടന്റെ പുറത്ത് ചകിരിയുണ്ട്. അപ്പൊ ചകിരി എന്ന തരത്തിലുള്ള തൊലിമേൽ തൊലി എന്ന വിധത്തിലുള്ള തൗഹീദുണ്ട്, തൊലി എന്ന തൗഹീദുമുണ്ട്. ആ തൊലി രണ്ടും കഴിഞ്ഞ് കടന്നിട്ട് തേങ്ങ എന്നതിന്റെ സ്ഥാനത്തുള്ള അതിന്റെ യഥാർത്ഥ കാമ്പ് എന്ന തൗഹീദുണ്ട്. ആ കാമ്പിന്റെ ഉള്ളിലൊരു കാമ്പുണ്ടല്ലോ. എന്താ തേങ്ങ? എന്തിനാ തേങ്ങ? തേങ്ങ ഉണക്കിയിട്ട് നമ്മൾ കൊപ്പരയാക്കൂലേ? പിന്നെ എന്തിനാ തേങ്ങ എന്ന സാധനം? അതിന്റെ പ്രധാനമായിട്ട് വേണ്ടി വെളിച്ചെണ്ണ അല്ലെ? അപ്പൊ ആ വെളിച്ചെണ്ണ എന്ന് പറയുന്നതാണ് അതിന്റെ കാമ്പിന്റെ ഉള്ളിലെ അകക്കാമ്പ്. ആ അകക്കാമ്പ് എന്ന് പറയുന്ന തരത്തിലും തൗഹീദുണ്ട്. ഇങ്ങനെ തൗഹീദിനെ 4ആയി വിഭജിക്കാമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിച്ചുകൊണ്ട് പറയുന്നു. കേവലം തൊലിപ്പുറത്തേക്ക് മാത്രമുള്ള തൗഹീദ്, ഉള്ളിൽ വിശ്വാസം പോലും ഇല്ലാത്ത തൗഹീദാണ് യഥാർത്ഥത്തിൽ കെലിമ മനസ്സിൽ ഉറപ്പിക്കാതെ പുറത്തേക്ക് മാത്രം പറയുന്ന മുനാഫിഖീങ്ങളുടെ തൗഹീദ്. അവർക്കും തൗഹീദുള്ളവരെന്ന് പറയാൻ പുറത്ത്. കാരണം മുസ്ലിമീങ്ങളുമായാലും നിസ്കരിക്കും, മുസ്ലിമീങ്ങളുമായാലും മറമാടും നേരത്തെ മറമാടും. അതേസമയം ആ തൗഹീദ് കൊണ്ട് ആഖിറത്തിൽ ഉപകാരമില്ല. ഉള്ളിൽ അയാൾ കാഫിറാവുന്നു, അള്ളാന്റെ അടുക്കൽ കാഫിറാവുന്നു, നമ്മളടുക്കൽ മുസ്ലിമാണെങ്കിലും. ഇങ്ങനെ ഒരു നില അന്ത്യനാൾ വരെ ഈ സമുദായത്തിൻ്റെ എല്ലാ സമുദായത്തിനും ഇല്ല. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ സമുദായത്തിന് ഖബറിന്റെ അകത്ത് കുറച്ച് ഫിത്തന. ഖബറിന്റെ അകത്ത് വെറുതെ വിടൂല നമ്മളെ. കാരണം ഖബറിന്റെ അകം വരെ കൊണ്ടേയാക്കുന്നത് എല്ലാവരും ഒരു പള്ളിക്കാട്ടിലാണ്, ഒരേ മൈതാനിയിൽ എല്ലാ വിശ്വാസികളെയും കെലിമ ചൊല്ലി കള്ളനെ കൊണ്ടുവെക്കുന്നാക്കും. ആ കള്ളനാരാണ്, ശരിക്കുള്ളവരാരാണ് എന്ന് ഒന്ന് പിടിച്ചു കുലിക്കാതെ നമ്മളെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും വിടൂല ഖബറിൽ. അള്ളാഹു നമ്മെ ഖബറിൽ ശിക്ഷയിൽ നിന്നും ഫിത്തനയിൽ നിന്നും കാക്കുമാറാവട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഒരു കൂട്ടം തൗഹീദുകാരുണ്ട്. എന്നാൽ അതിൽ നിന്ന് വിട്ട് രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്യത്തിന്റെ അകത്തുള്ള ആശയം ശരിക്കും മനസ്സിലുറപ്പിച്ചിട്ടുള്ള ആൾ, ഇത് ശരിയായിട്ട് വിശ്വാസമുള്ള ആൾ തന്നെയാണ്. ശരിയായിട്ട് ഒരാൾ മുവഹിദ് എന്ന് പറയാൻ മതി, അത് മതി. എന്തായാലും പറഞ്ഞേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയം എന്താ? അതെല്ലാവർക്കും തിരിയല്ലോ. അള്ളാഹു അല്ലാതെ ഇലാഹില്ല തന്നെ. അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ. എന്താ ഇലാഹ് എന്ന് പറഞ്ഞാല്? സത്യമായും ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത്, സത്യമായും ഇബാദത്ത് ചെയ്യപ്പെടാൻ്റെ ദാത്ത് അള്ളാഹു അല്ലാതെ വേറെ ആളില്ല. എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാല്? നമ്മൾ മനസ്സിലാക്കുന്നത് ആരാധന എന്നുള്ളതൊന്നുണ്ട്. അതാണ് ആരാധന നമ്മൾ പറയുമല്ലോ, അത് നമ്മൾ പഠിക്കാം. ആരാധന എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഇബാദത്ത് എന്ന് പറയാം. ആരാധന, ആദരവ്, ഇങ്ങനെ രണ്ടെണ്ണം നമ്മൾ പറയാറുണ്ടല്ലോ. ആദരവ് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ആരാധന എന്ന് പറയുന്നത്. ഓന് സിനിമാ നടന്മാരോട് ആരാധനയുണ്ട്, ആദരവും ബഹുമാനവും വല്ലതും ആരാധനയായി മാറുന്നു എന്നറിയില്ല നമ്മള്. അപ്പൊ നമുക്കൊക്കെ അറിയാം അതിന്റെ അർത്ഥം. ആദരവ് മൂത്ത് ആ ആദരവിന്റെ പാരമ്യത്തിലെത്തുമ്പോൾ വരുന്ന ആരാധന എന്ന് പറയുന്ന മനോഭാവം, ആ ആരാധന എന്ന് പറഞ്ഞതിനുള്ള അറബ് വാക്കാണ് ഇബാദത്ത് പറയുന്നത്. ഈ ഇബാദത്ത് സത്യമായും നടത്തപ്പെടാനും അർഹമാകുന്ന ഒരു ദാത്ത് വേറെ ഇല്ല അല്ലാഹുവല്ലാതെ. അള്ളാഹു മാത്രമേ ഇബാദത്തിന് അർഹനായുള്ളൂ എന്നാണ്. ഇത് മനസ്സുറപ്പിച്ച് മനസ്സിന്റെ അകത്ത് വിശ്വസിച്ചിട്ട് ഒരു മനുഷ്യൻ മൊഴിയുകയും ചെയ്താൽ അവൻ സത്യവിശ്വാസിയായി, സത്യമുവഹിദായി, ശരിക്ക് മുവഹിദ് എന്ന് അയാളെ കൊണ്ട് പറയും ചെയ്യാം. രണ്ടാമത്തെ പഠനം ഇമാം ഗസാലി പറയുന്നു, കമാ സ്വദ്ദഖ ബിഹി ഉമൂമുൽ മുസ്ലിമീൻ, സാധാരണ മുസ്ലിമീങ്ങളായ ജനങ്ങളൊക്കെ വിശ്വസിച്ച മാതിരി വിശ്വസിക്കാം. ഇലാഹ് അല്ലാഹു അല്ലാതല്ല നമ്മളൊക്കെ. വഹുവ ഇഅ്തിഖാദുൽ അവാം, സാധാരണക്കാരന്റെ തൗഹീദ് എന്നുള്ള വിശ്വാസം ഇത് മാത്രമാണ്. സാധാരണക്കാരന്റെ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവല്ലാതെ പരമമായി വണങ്ങപ്പെടാൻ, പരമമായി കീഴ്പ്പെടപ്പെടാൻ പറ്റുന്ന ഒരു ദാത്ത് വേറെയില്ല. പരമമായി കീഴ്പ്പെടുക, പരമമായി വഴിപ്പെടുക എന്നാണ് ഇബാദത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് നമ്മൾ പറഞ്ഞുണ്ടാക്കിയ അർത്ഥമൊന്നുമല്ല. ഈ വാക്ക് മനസ്സിലാക്കുന്ന ഏത് അറബിക്കും തിരിയണ അർത്ഥം, ഏത് അറബിക്കും തിരിയണ അർത്ഥം. മലയാളത്തിൽ കേട്ടാല് നമുക്ക് തിരിയണ്ടല്ലോ. ആദരവ് എന്നാലും ആരാധന എന്ന് പറഞ്ഞാലും രണ്ടർത്ഥം. അത് രണ്ടർത്ഥം നമ്മൾ മലയാളം തിരിയുന്ന എല്ലാവർക്കും തിരിയണില്ലേ?
നമ്മളൊക്കെ കൂടി ആദരവോടുകൂടെ ഒരു ബഹുമാനപ്പെട്ട ആൾ കടന്നു വരുമ്പോൾ ആദരവോടുകൂടെ എഴുന്നേറ്റ് വന്നു. എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല, അയാളെ കൈ പിടിച്ച് നമ്മൾ മുത്തി. അങ്ങനെ മുതലല്ലേ നമ്മൾ ചിലർ. ഇനി കയ്യുമല്ല, ചിലർ കാല് പോയി മുത്തി. ഇങ്ങനെ കുട്ടികളി കാല് പോയി മുത്തി. കാലും കയ്യും മുത്തിയിട്ട് അയാളുടെ മുമ്പിൽ ഭവ്യതയോടുകൂടെ നിന്നാലും നമ്മളതിന് പറയാം വല്ലാത്തൊരു ആദരവ്, വല്ലാത്തൊരു ബഹുമാനം. ഇങ്ങനെയുള്ളൂ. ഇത് നമ്മൾ ആരാധന എന്ന് പറയാറില്ല, മലയാളത്തിൽ പറയാറില്ല. അപ്പൊ ആദരവ് എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ അപ്പുറം വിട്ടാലോ അതിന് ആരാധന എന്ന് മലയാളം പറയും. ഇതുപോലെ വണക്കം, കീഴ്വണക്കം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഈ വാക്കിന്റെ അർത്ഥത്തിന്റെ ധാതുവിന്റെ അർത്ഥം അതാ. അതിൽ നിന്ന് പരമമായ കീഴ്വണക്കത്തേക്ക് എത്തുമ്പോഴേ അറബ് ഭാഷയിൽ തന്നെ ഇബാദത്ത് എന്ന് പറയുള്ളൂ. ഇത് ഭാഷന്റെ നിയമമാണ്, വേറെ എവിടെയെങ്കിലും ഇറക്കുമതി ചെയ്യപ്പെട്ട ആശയമൊന്നുമല്ല. ചിലർ പറയും, വെറുതെ തർക്കം പറയുന്നതാണ്, മറഞ്ഞ വഴിയിൽ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ശക്തിനെ ബഹുമാനിക്കും. മറഞ്ഞ വഴി. ഇതിന് ഭാഷയുടെ യാതൊരു പിന്തുണയില്ല. ഇബാദത്ത് എന്ന ആ വാക്കിന്റെ ഭാഷയുടെ ഒരു പിന്തുണ അതിനില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ചക്കയാണ്. ഭാഷയുടെ ഒരു പിന്തുണയില്ലാതെ ഈ സാധനത്തിന് ഭാഷാപരമായിട്ടൊരു പേരുണ്ടാവില്ല. ഈ സാധനത്തിന് ഇത് കൊണ്ടേക്ക് ഇതെന്താണ്, ഇത് ചക്കയാണ്, ചക്ക ആണ്ട് ഉറപ്പിച്ചാണ് പറയാം. അതാണ് എന്താ ചക്ക എന്ന് പറഞ്ഞാൽ ഉരുട്ടിട്ടൊരു സാധനമാണ്. ഉരുട്ടിട്ടുള്ള സാധനമൊക്കെ എന്നിട്ട് നമ്മൾ കൂടി കൊടുക്കല. നമ്മൾ ഉണ്ടാക്കി വെച്ച ആശയത്തിന് പദം വരൂല. അറബി പദങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വരുന്നതിന് മുൻപേ ഉള്ള പദമാണ്. നബി പഠിപ്പിച്ച എല്ലാ ഇബാദത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നബി പഠിപ്പിച്ചതല്ല. നബി വരുന്നതിന്റെ മുമ്പേ അറബി ഭാഷ വളരെ വ്യാപകമാണ്. സമ്പൂർണമായ അറബി ഭാഷ നബിയുടെ മുൻപ് ഏതാണ്ട് ഒരു 3000-ൽ പരം കൊല്ലം മുൻപ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ട് ലോകത്ത് പ്രചാരപ്പെടുത്തിയതിനു ശേഷവും മക്കയിലും അറേബ്യർക്കിടയിലും വളരെ പ്രചാരപ്പെട്ടതിന് ശേഷവുമാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അതില്ലായിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ ആർക്കും മനസ്സിലാവൂല. കാരണം അത്ര വലിയ സാഹിത്യമല്ലേ. നമുക്ക് തിരിയാത്ത മലയാളത്തിൽ ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന മലയാളത്തിൽ നമ്മളിപ്പോ ഒരു ഗ്രന്ഥം ഇറക്കി അങ്ങനെ ഉണ്ടാവും. അതിന് പുറകോട്ട് ചിന്തിച്ച് നോക്കി, എല്ലാ പത്രത്തിലുണ്ടല്ലോ 100 കൊല്ലം മുമ്പുള്ള വാർത്ത. ആ വാർത്ത ഒന്ന് വായിച്ചു നോക്കി, അന്നത്തെ മലയാളം നമ്മളെപ്പത്തെ മലയാളം തമ്മിൽ എത്ര മാറ്റമുണ്ട്. വളരെ മാറ്റമല്ലേ, വളരെ മാറ്റമുണ്ട്. എന്ന മാതിരി വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു തആലാന്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് ഓൾഡ് ഭാഷ. ആരാ പറയണ്ടോ എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് വിശുദ്ധ ഖുർആന്? എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് അള്ളാന്റെ കലാമ് നമ്മളിടയിൽ ഇറങ്ങിയിട്ട്. അള്ളാന്റെ റസൂല് കൊണ്ടുവന്നിട്ട് 1500ഓളം കൊല്ലായിൽ ഏതാണ്ട് 1.5 സഹസ്രാബ്ദമായി. ഏതാണ്ട് 1.5 സഹസ്രാബ്ദം പിന്നിട്ടിട്ടും വിശുദ്ധ ഖുർആനിന്റെ ഭാഷ എന്ന് പറയുന്നത് നിത്യ യൗവനത്തോടുകൂടെയുള്ള അതീവമായി കാലത്തോട് ഒത്തി നിൽക്കുന്ന ഭാഷയാണ്. കാലികമായ ഭാഷ, മാറ്റമില്ല. എന്താണ് ഇതിന് കാരണം? സമ്പൂർണമായ സാഹിത്യ ഭാഷയിൽ പരിശുദ്ധ ഖുർആൻ. അത് മനുഷ്യൻ എത്തിപ്പെടാൻ പറ്റാത്ത അമാനുഷികത ഉണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ മനുഷ്യന് ദുർഗ്രഹമായ അറബികൾക്ക് പ്രചാരമില്ലാത്ത, പിടിപാടില്ലാത്ത ഒരു പദപ്രയോഗം ഖുർആനിലില്ല. അറബികൾക്കെല്ലാം തിരിയുന്നേ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ അബൂജഹലിന് തിരിയോ, അബൂലഹബിന് തിരിയോ, വിശ്വസിച്ചവർക്കൊക്കെ തിരിയോ? ഒന്നും തിരിയൂല. കാലപ്പഴക്കത്തിനനുസരിച്ച് ഖുർആനിൽ എത്ര വരണം? ഇനി അറബ് വികസിക്കും, എത്രയോ വികസിക്കും. അറബ് ഭാഷ ഇപ്പൊ വികസിച്ചില്ലേ? മലയാളത്തിന് വികസനമുണ്ടോ? പിന്നെ എല്ലാ ഭാഷക്കും വികസനമുണ്ട്. അറബ് ഭാഷ വികസിച്ച് ഇനിയും ഒരു 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വിശുദ്ധ ഖുർആൻ വളരെ നിത്യ യൗവനത്തിന് അന്നത്തെ കാലത്തോട് സംവദിച്ച് അന്നത്തെ കാലികമായ ഭാഷയായി നിൽക്കും. ഇതാ വിശുദ്ധ ഖുർആൻ. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ റസൂലിന്റെ ഒരു 3000 കൊല്ലം മുൻപ്, ഒരു 3000 കൊല്ലം മുൻപ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അങ്ങ് സംസാരിക്കുകയാണ് നല്ല ഭാഷ. അതുവരെ അറബിലുണ്ട്. അത് പ്രാക്തന അറബ്, വളരെ പ്രാചീനമായ അറബാണ്. സംസാരിച്ചാൽ ഇന്ന് തന്നെ ഇപ്പൊ അറബിയോട് സംസാരിച്ചാൽ നമുക്ക് വല്ലതും തിരിയും, കിതാബ് ഓതികൾക്കും തിരിയൂല, എന്തൊക്കെയോ ഒരു ചോദിക്കും. ആ ജാതിയിൽ അപ്പുറമുള്ള അറബാണ് അന്നത്തെ അറബ്. എന്നാ ഇസ്മായിൽ നബി എങ്ങനെയാ സംസാരിച്ചത്? ഇസ്മായിൽ നബി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സംസാരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സംസാരിക്കും. അറബ് എന്നതിനൊപ്പം വേറൊരു ഭാഷ ഉണ്ട്. അതേമാതിരി തന്നെ അമ്പിയാക്കന്മാരുടെ ഭാഷ, മറ്റ് വേദങ്ങളുടെ ഭാഷ. അബ്റാനി അല്ലെ, അബ്റാനി ഹിബ്രു അറബ് രണ്ടും തമ്മിൽ ഒക്കും. അബ്റാനി അറബാനി രണ്ടും ഒരു ശരിയാണ്. ഈ ഹിബ്രു എന്ന ഭാഷ ആരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഹിജറയുടെ വേളയിൽ
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജോർദാൻ നദി വിട്ട് കടന്നപ്പോ അങ്ങോട്ട് സംസാരിക്കുകയാണ്. അള്ളാന്റെ വഹ്യ പ്രകാരം പഠിച്ചിട്ടാണ് സംസാരിക്കുക. ഇതാണ് ഇനി ഹിബ്രു ഭാഷ, അബ്രാനി എന്ന ഭാഷ. ഇതുപോലെ ആ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ആ രീതിയിലുള്ള നല്ല സാഹിത്യ ഭാഷയിൽ അറബ് സംസാരിക്കുകയാണ്. അതെന്താണ്? റസൂലുള്ള വരുന്നതിന്റെ ഒരു 3000 ചില്ലാനം കൊല്ലം മുമ്പ്, ഒരു 3000 കൊല്ലം മുൻപ് അത്ര സംശുദ്ധമായ ഭാഷ വ്യാപകമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ വിശുദ്ധ ഖുർആൻ അവർക്ക് തിരിയുന്ന ഭാഷയിലാണ് ഇറങ്ങിയത്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ. തെറ്റിദ്ധരിപ്പിക്കലുകൾ കുറച്ച് ശക്തമാണ്, അതിനുള്ള ഉപായങ്ങളും വളരെ ശക്തമാണ്. പുസ്തകങ്ങളിലായിട്ടും പ്രസംഗങ്ങളിലായിട്ടും ലഘുലേഖകളിലായിട്ടും കൈ കൊടുക്കുന്ന പോക്കറ്റ് ബുക്കുകളിലായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ കൂടിയത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ കുറച്ചധികം പറയുന്നത്. നിങ്ങൾ ക്ഷമിക്കണം. കുറച്ചാൾക്കാരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും പറയുന്ന ഒരു സംഗതിയാണിത്. നമ്മളെ ഇമാമിയങ്ങൾ കുറെ ഇബാദത്തിന് എന്തോ അർത്ഥം കൂട്ടിക്കെട്ടിണ്ടാക്കി. എന്നാ അതന്നെ ഞങ്ങൾ കൂട്ടിക്കെട്ടിണ്ടാക്കും. കൂട്ടിക്കെട്ടിണ്ടാക്കണ ഇബാദത്തിന് അർത്ഥം എന്നാ തോന്നുന്നത്. വേണ്ട, ഇബാദത്തിന് നമ്മളെ ഇമാമിയങ്ങൾ ഒരർത്ഥം കൂട്ടിക്കെട്ടിയിട്ടില്ല. ഇബാദത്ത് എന്നതിന് അള്ളാന്റെ റസൂല് പുതിയ ഒരർത്ഥം പഠിപ്പിച്ചിട്ടുമില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂല് ഇബാദത്തിന് പുതിയ ഒരർത്ഥം പഠിപ്പിച്ചിട്ടില്ല. ഇബാദത്ത് എന്ന ഭാഷാ ശബ്ദത്തിന് എന്താണോ അറബികൾ മനസ്സിലാക്കിയ അർത്ഥം, ആ അർത്ഥം തന്നെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചത്. ആ അർത്ഥത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഇബാദത്ത് പ്രയോഗിച്ചത്. മാറ്റമില്ല. അതെന്തിനാ പറയാ? അത് ഭാഷാപരമായി തന്നെ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആന്റെ എല്ലാ വ്യാഖ്യാനത്തിനും കാണാം, നടന്ന് 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 പഴകി ഒരു വഴിയെ നമ്മൾ പരമാവധി കീഴ്പ്പെടുത്തിയാൽ ആ കീഴ്പ്പെടുത്തിയ വഴിക്ക് പറയുന്ന ഭാഷ അറബികൾക്ക് പണ്ടേ പറയുന്ന ഭാഷ ത്വരീഖുൻ മുഅബ്ബദ്. എന്റെ ചെറുപ്പക്കാരൻ ശ്രദ്ധിക്കും. ത്വരീഖുൻ മുഅബ്ബദ്, പരമാവധി ഇബാദത്ത് ചെയ്യപ്പെട്ട വഴി. അങ്ങനെ മനസ്സിലാക്കാനോ? ത്വരീഖുൻ മുഅബ്ബദ്, പരമാവധി ഇബാദത്ത് ചെയ്യപ്പെട്ട വഴി. ഇബാദത്ത് ചെയ്യപ്പെടാന്ന് പറഞ്ഞാൽ അവിടെ എന്താ? ത്വരീഖുൻ മുഅബ്ബദ് എന്ന് പറഞ്ഞാല്, ത്വരീഖുൻ മുഅബ്ബദ് എന്ന് പറഞ്ഞാല് കീഴ്പ്പെടുത്തി 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 നമുക്ക് വിധേയപ്പെടുത്തി വിധേയപ്പെടുത്തി എപ്പോഴും നമുക്ക് വിധേയമാവുന്ന തരത്തിൽ കല്ലും മുള്ളൊന്നും ഇല്ലാത്ത തെളിഞ്ഞ വഴി. അപ്പൊ കീഴ്പ്പെടുത്തുക വിധേയപ്പെടുത്തുക എന്നതാണ് അബ്ബദ എന്ന് പറഞ്ഞാൽ. കീഴ്പ്പെടുക വിധേയപ്പെടുക എന്നാണ് അബദ എന്ന് പറഞ്ഞാൽ. കീഴ്പ്പെടുക വിധേയപ്പെടുക. പക്ഷെ എങ്ങനെ കീഴ്പ്പെടുക? പരമാവധി കീഴ്പ്പെടുക, പരമാവധി വിധേയപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. പരമാവധി വിധേയപ്പെടുക എന്ന് പറഞ്ഞാൽ പരമാവധി വിധേയം എന്ന് പറഞ്ഞതിന്റെ അപ്പുറത്ത് പിന്നെ ഒരു വിധേയത്വം ഇല്ല. ആ വിധം വിധേയപ്പെടുക. അങ്ങനെ എങ്ങനെയാ? അള്ളാഹു എന്ന പരമാവധിയിലും പറ്റത്തും വിശ്വസിക്ക